ട്രെവർ നോവ എഴുതിയിട്ടുള്ള ഫൂഫി ഇതാണ് നമുക്ക് +1 ഇംഗ്ലീഷിൽ ഒന്നാമതായിട്ട് പഠിക്കാൻ തന്നിരിക്കുന്ന ചാപ്റ്റർ. ഫൂഫി എഴുതിയിരിക്കുന്നത് ട്രെവർ നോവ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളീനെ പരിചയമില്ലാത്തവരുണ്ടാവും. പുള്ളി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ സ്റ്റാൻഡപ്പ് കോമഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനാണ്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യനെ കുറിച്ചിട്ടും ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിരുന്നു. നല്ല രസമാണ്. നിങ്ങൾക്ക് ഫണ്ണായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സ്റ്റാൻഡപ്പ് കോമഡീസൊക്കെ പുള്ളിയുടെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സോ ഡു ചെക്ക് ഔട്ട് അബൌട്ട് ട്രെവർ നോവ ഓൺ യൂട്യൂബ്. ഇനി ഫൂഫിയിലേക്ക് വരാം. ഫൂഫിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു മെമ്മോയറിൻ്റെ ചെറിയൊരു ഭാഗമാണ്. മെമ്മോയർ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പിൻ്റെ ചെറിയൊരു കഷ്ണമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്കൂളിൽ ഓൾറെഡി എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് പേർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഷോർട്ട് സമ്മറിയുടെ ഉദ്ദേശം. അപ്പോൾ ഫൂഫി എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. എഴുതിയിരിക്കുന്നത് ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ട്രെവർ നോവയാണ്. ഇതൊരു മെമ്മോയറിൻ്റെ എക്സെപ്റ്റാണ്, അതായത് ഓർമ്മക്കുറിപ്പിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഇനി ഇതിലെന്താണ് പരിപാടി, എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ഹാഷിറിൻ്റെ ഒരു പട്ടീനെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂപ്പി എന്നെന്തോ ആയിരുന്നു ആ പട്ടിയുടെ പേര്. അപ്പോൾ അതുപോലത്തെ ഒരു പട്ടിയുടെ പേരാണ് ഫൂഫി എന്നുള്ളത്. സോ ഇറ്റ് ഫോക്കസസ് ഓൺ നോവാസ് ചൈൽഡ്ഹുഡ് വിത്ത് ഹിസ് ഡെഫ് ഡോഗ് ഫൂഫി. അപ്പോൾ ട്രെവർ നോവയുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ പറ്റാത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയുടെ പേരാണ് ഫൂഫി, നമ്മുടെ ഹാഷിറിൻ്റെ പൂപ്പീനെ പോലെ. ഫൂഫി സീക്രട്ട്ലി വിസിറ്റ്സ് അനദർ ബോയ് ഹു കോൾസ് എ സ്പോട്ടി. അപ്പോൾ ഫൂഫിക്ക് ഇടയ്ക്കിൽ വളരെ രഹസ്യമായിട്ട് കുറേ വീട് അപ്പുറത്തുള്ളൊരു വീട്ടിൽ അവിടെ രഹസ്യമായിട്ട് ചെല്ലുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ വീട്ടുകാർ ഈ പട്ടിയെ, അതായത് ട്രെവർ നോവയുടെ പട്ടീനെ സ്പോട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നു. ഹൈലൈറ്റ്സ് ദ കോർ ലെസൺ, യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. ഈ ചാപ്റ്ററിൽ എന്താ നടക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഷോർട്ട് സമ്മറിയിൽ. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ തീം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈവശം വെക്കുന്ന എല്ലാം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാം നമുക്ക് മാത്രമായിട്ട് അങ്ങോട്ട് കിട്ടുമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പ്, ഓർ ദി എക്സെപ്റ്റ് ഓഫ് ഹിസ് മെമ്മോയർ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നടക്കുന്നുള്ളത്. അപ്പോൾ ട്രെവർ നോവനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരെ യൂട്യൂബിലേക്ക് വിട്ടോ. അവിടെ പുള്ളിയുടെ ട്രെവർ നോവ സ്റ്റാൻഡപ്പ് കോമഡി നടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 1-2 ഡു വാച്ച് ഇറ്റ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പുള്ളിയുടെ ഒരു സ്റ്റൈലൊക്കെ. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ പുള്ളീനെ കുറിച്ചിട്ട് ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. സോ ഓൾ അബൌട്ട് ഫൂഫി ആൻഡ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു എ ഷോർട്ട് സമ്മറി ഓഫ് ഫൂഫി റിട്ടൺ ബൈ ട്രെവർ നോവ. നോക്കാം നമുക്ക്. എ ബോയ് ഹാസ് എ വെരി എനർജറ്റിക് ഡോഗ് നെയ്മഡ് ഫൂഫി. ഈ ബോയ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെവർ നോവ തന്നെയാണ്. അവിടെ ബോയ് എന്ന് വെച്ചാൽ പുള്ളിയുടെ ചൈൽഡ്ഹുഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പട്ടിയാണ് ഫൂഫി. ഫൂഫി ആണെന്നുണ്ടെങ്കിൽ ഡെഫാണ്. ഫൂഫി ഈസ് ഡെഫ് ആൻഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു നെയിംസ്. അപ്പോൾ ഫൂഫിനെ ഫൂഫി എന്ന് വിളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പുള്ളിക്ക് അത് കേൾക്കില്ല, പട്ടി കേൾക്കില്ല. ഷീ സീക്രട്ട്ലി എസ്കേപ്സ് ദ യാർഡ് ബൈ ജമ്പിങ് എ 5 foot വാൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ ആ ഒരു മതിലൊക്കെ ചാടി, സ്വാഭാവികമായിട്ടും അതിലൊക്കെ ചാടി ഈ പട്ടികൾ സാധാരണ പോകുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടാവും. പക്ഷെ പുള്ളി അതൊക്കെ കടന്നു പോയിട്ട് ഒരു 5 foot വാൾ, അതായത് ഒരു 5 അടി പൊക്കത്തിലുള്ളൊരു മതിലൊക്കെ ചാടി കടന്നിട്ട് വേറൊരു യാർഡിലേക്ക് പോകാറുണ്ടായിരുന്നു, അതായത് വേറൊരു വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. ദ ബോയ് ഫോളോസ് ഹെർ ഓൺ എ ബൈസിക്കിൾ വൺ ഡേ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ട്രെവർ നോവ ഈ പട്ടി പോകുന്ന പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. ഫൂഫി ഗോസ് ടു എ ഹൗസ് മെനി സ്ട്രീറ്റ്സ് അവേ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ യു എസ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ US അല്ല കേട്ടോ, സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വൈറ്റ്സും ബ്ലാക്സും ഒരുമിച്ചാണ് താമസിക്കുന്നത്, അല്ലേ? അവിടെ കുറേ ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ യൂറോപ്പുകാർ കൂടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രീറ്റ്സ് അവയാണ് ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്? ഈ ഫൂഫി പോയിട്ടുണ്ട് എന്നുള്ളത് ട്രെവർ നോവ കണ്ടുപിടിക്കുന്നു. ഷീ ജംപ്സ് ഇൻ ടു അനദർ ഫാമിലീസ് ബാക്ക് യാർഡ്. അപ്പോൾ പുള്ളി ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ചാൽ ഫൂഫി നേരെ എടുത്ത് ചാടുന്നത് വേറൊരു ഫാമിലിയുടെ ബാക്ക് യാർഡിലേക്കാണ്, പുറകുവശത്തുള്ള മുറ്റത്തേക്കാണ്. ബോയ് അറ്റ് ദ ഹൗസ് ക്ലെയിംസ് എന്ന് വെച്ചാൽ അവകാശപ്പെടുക എന്നുള്ളത്. ഫൂഫി ഈസ് ഹിസ് ഡോഗ് സ്പോട്ടി. അപ്പോൾ ആ വീട്ടിലെ ചെറുക്കം വന്നിട്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ പട്ടിയാണ്, ഞങ്ങളുടെ പട്ടിയുടെ പേര് സ്പോട്ടിയാണെന്ന്. ഫൂഫി സ്പോട്ടി ആകെ കൺഫ്യൂഷൻ ആയല്ലേ? കാരണം ഈ പട്ടിക്ക് ചെവി കേൾക്കില്ലല്ലോ, സ്പോട്ടി എന്ന് വിളിച്ചാലും ഫൂഫി എന്ന് കേട്ടാലും പട്ടിക്ക് ഒരേപോലെയാണ്. ദി അതർ ഫാമിലി ഹാസ് നോ ഐഡിയ ഫൂഫി ഓൾറെഡി ഹാസ് എ ഹോം.
അപ്പോൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത് മറ്റേ ഫാമിലിക്ക് അറിയില്ലായിരുന്നു ഈ പറഞ്ഞ സ്പോട്ടിക്ക് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, വേറൊരു ആൾക്കാരുണ്ടായിരുന്നു, ഓണേഴ്സ് ഉണ്ടായിരുന്നു. ആ പട്ടിയുടെ പേര് ഫൂഫി ആണെന്നുള്ളത് ഈ രണ്ട് ഫാമിലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു. കൺഫ്യൂഷൻ ആയില്ലേ? They lock Fufi inside to keep her safe from the boy. അപ്പോൾ നമ്മുടെ ട്രെവർ നോവ ഇത് എൻ്റെ പട്ടിയാണെന്ന് വെച്ചിട്ട് അവകാശം വന്നിട്ട് വന്നല്ലോ. അപ്പം ഫൂഫിക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ സ്പോട്ടിക്ക് ഇങ്ങനെ ഒരു ഓണർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പുതിയ വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഫുഫിനെ ലോക്ക് ചെയ്തു. ദ ബോയ് ഗോസ് ഹോം ക്രൈങ് ആൻഡ് ടെൽസ് ഹിസ് മദർ. അപ്പോൾ ബോയ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെവർ നോവയാണ്. നിങ്ങൾക്ക് ഇതിന് തെറ്റിപ്പോയരുത്. ട്രെവർ നോവയാണ്. ട്രെവർ നോവ നേരെ പോയിട്ട് അമ്മച്ചിനോട് പറയും, അമ്മച്ചി പട്ടീനെ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്, ആകെ സീനാണെന്നുള്ളത്. ദ മദർ കൺഫ്രണ്ട്സ് ദി അതർ ഫാമിലി അറ്റ് ദെയർ ഗേറ്റ്. അപ്പോൾ അമ്മച്ചി സീനാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അമ്മച്ചി പുതിയ വീട്ടുകാരെ അടുത്ത് വന്നിട്ട് അവിടെ കച്ചറാക്കാണ്. അപ്പോൾ കൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചോദ്യം ചെയ്യുക. കൺഫ്രണ്ട്, ചോദ്യം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചോദ്യം ചെയ്യുക. അപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെവർനോവും എന്നും ട്രെവർനോയുടെ സീൻ അമ്മച്ചിയും വന്നു. അപ്പോൾ അവർ ഗേറ്റിൻ്റെ അവിടെ അടി ഉണ്ടാക്കാൻ വരികയാണ്. ഷീ ബ്രിങ്സ് വെറ്റ് റെക്കോർഡ്സ് ആൻഡ് ഫോട്ടോസ് ആസ് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്. അമ്മച്ചി എന്ത് ചെയ്തു? അമ്മച്ചി വെറ്റ് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താണ്? വെറ്റിനറി ഹോസ്പിറ്റലിലെ മൃഗാശുപത്രി അവിടെ കൊണ്ടുപോയതിൻ്റെയും അവർക്ക് വാക്സിൻ എടുത്തതിൻ്റെയും അതിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുത്തു. നമ്മുടെ ആശാനുണ്ടല്ലോ ഫൂഫി ഒരു വിചിത്ര ആനിമലാണ്. കാരണം ഫൂഫിയുടെ ഇഷ്ടത്തിനാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഫൂഫീനെ അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദ മദർ പേസ് ദ ലേഡി മണി ടു ഗെറ്റ് ബാക്ക് ദി ഡോഗ്. അവസാനം ഈ തർക്കം അവസാനിക്കുന്നതല്ലേ, ഈ പുതിയ വീട്ടുകാരുണ്ടല്ലോ, അതായത് അവർ വൈറ്റ് ഫാമിലിയാണ്, ട്രെവർനോ ഒരു ബ്ലാക്ക് ഫാമിലിയാണ്. അവനൊരു മിക്സ്ഡ് റേസ് ആണ്. അതായത് അവൻ്റെ അച്ഛൻ, അത് ഈ കഥയിൽ പറയുന്നില്ല, പക്ഷേ അവൻ്റെ അച്ഛൻ ശരിക്കൊരു സ്വിറ്റ്സർലൻഡുകാരനാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതൊക്കെ റിയലായിട്ട് നടന്നാട്ടോ. അവൻ്റെ അമ്മ ആഫ്രിക്കനുമാണ്. അതുകൊണ്ടാണ് ഈ കഥയുടെ പേര് ബോൺ എ ക്രൈം എന്ന് പറയാനുള്ള കാരണം. അതൊന്നും നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു തരില്ല. ബോൺ എ ക്രൈം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു ക്രൈം പിറന്നു എന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ റേസസ് തമ്മിൽ കല്യാണം കഴിക്കുന്നതും അവരിഷ്ടത്തിലാകുന്നതും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വലിയ മഹാപാപമാണ്. അതായത് അച്ഛൻ സ്വിറ്റ്സർലൻഡുകാരനും അമ്മ ആഫ്രിക്കക്കാരിയുമാണ്. അവർക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. അതാണ് ബോൺ എ ക്രൈം എന്നുള്ളത് ആ പുസ്തകത്തിന് പേര് വരാനുള്ള കാരണം. അപ്പോൾ ഇവർ ആഫ്രിക്കൻസ് ആണ്, അവരൊരു ബ്ലാക്ക് സൈഡിലാണ്, ഒരു ബ്ലാക്ക് സ്ട്രീറ്റിൻ്റെ സൈഡിലാണ്, ഇത് വൈറ്റ്സ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം തന്നെ ഇത്തിരി വിഷയമാണ്. അങ്ങനെ അവസാനം ആ ഒരു വൈറ്റ് ലേഡിക്ക് പൈസ കൊടുക്കേണ്ടി വന്നു ടു ഗെറ്റ് ദ ഡോഗ് ബാക്ക്. ദ ബോയ് റിയലൈസസ് ഫൂഫി ഹാഡ് എ സെക്കൻഡ് ലൈഫ് ആൻഡ് അനദർ ഫാമിലി. ഫൂഫി നിങ്ങൾ വിചാരിച്ച ആളൊന്നുമല്ല. ഫൂഫി ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മതിലൊക്കെ ചാടി അപ്പുറത്തെ വീട്ടിൽ പോയി, അപ്പുറത്ത് അവന് വേറൊരു ഫാമിലി ഉണ്ട്, വേറൊരു ലൈഫുണ്ട്. ഇതിൽ നിന്ന് ബോയ് മനസ്സിലാക്കിയൊരു കാര്യം എന്താ, ഓർ ട്രെവർ നോഹ മനസ്സിലാക്കിയൊരു കാര്യം, ഹി ലേൺസ് ദാറ്റ് യു കനോട്ട് ട്രൂലി ഓൺ ദ തിങ്സ് യു ലവ്. നമ്മൾ സ്നേഹിക്കുന്ന എല്ലാം നമ്മുടെ മാത്രമാണെന്ന് നമുക്കങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. ലെറ്റ് ഇറ്റ് ബി പീപ്പിൾ, ലെറ്റ് ഇറ്റ് ബി ഡോഗ്സ്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ജീവിതത്തിലെല്ലാം നമ്മുടെയാണ് എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് നമ്മുടെ പേരിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വളരുന്നതാണെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും നമ്മുടെയാണെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഫൂഫി, റിട്ടൺ ബൈ ട്രെവർ നോവ. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഇത് പരമാവധി പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. I'll see you there. Bye bye.